ഇത് നമ്മൾ അന്ന് ചക്ക വെട്ടിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടാകുന്ന ചക്കക്കുരു കണ്ടോ? ഇതാണ് ഈ പണ്ട് കോതമംഗലത്ത് പോയിട്ട് വന്നപ്പോൾ ഒരു കശുവണ്ടി കിട്ടിയായിരുന്നല്ലോ. അപ്പോൾ അതിനകത്തുണ്ടായിരുന്ന ബാക്കി ഉണ്ടായിരുന്നതാണ്. എല്ലാം കൂടി ഇതിനകത്ത് ഇട്ട് വെച്ചു. ചെറുതായിട്ടൊന്ന് പൂത്ത് കിട്ടുന്നുള്ളൂ. ഈ മാങ്ങ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. നല്ല നല്ല പുളിയുള്ള മാങ്ങയാണ്, കണ്ടിട്ടും തോന്നുന്നുണ്ട്. പിന്നെ മുരിങ്ങാക്കോലും മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇച്ചിരി പാടുണ്ടായിരുന്നു കേട്ടോ ഇത് ചിരണ്ടാനായിട്ട്. ഇത് ഇച്ചിരി മൂത്ത കുരു ആയതുകൊണ്ട്. അപ്പോൾ ആദ്യത്തെ ഈ ഒരു എന്തുട്ടാണ് ഈ കട്ടിയുള്ള സാധനമില്ലേ, ആ തോല് നന്നായിട്ട് പൊളിച്ച് കളയണം കേട്ടോ, അല്ലെങ്കിൽ തൊണ്ടയിലൊക്കെ കൂടെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഈ അടുത്തിടെയാണ് അറിഞ്ഞത് ഈ ഒരു കളറുള്ള സംഭവങ്ങൾ ഒരുപാട് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലാന്ന്. പിന്നെ കുറച്ച് മുളഞ്ഞിന്നൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് വേണമെങ്കിൽ കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ തേക്കാം. പിന്നെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഒരുക്കി കൊടുക്കാം. ചിലതൊക്കെ ഒന്ന് മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, സാരമില്ല. രുചിക്ക് അങ്ങനെ വലിയ കുറവൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ എല്ലാം കൂടി ഇരുന്ന് അറഞ്ച പുറഞ്ച കരുകുരുന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഈ ചക്കക്കുരു ഫുള്ള് വെള്ള കളറായിട്ടിരിക്കും കേട്ടോ. ഇപ്പോൾ ഈ ഒരു തൊലി കളയണ്ടെന്നുള്ളൊരു ചിന്ത വന്നുകൊണ്ടാണ്. പിന്നെ എളുപ്പപ്പണിയാണല്ലോ നമുക്ക് പ്രധാനം. അങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. പിന്നെ നമ്മൾ കുറച്ച് മുരിങ്ങാക്കോലും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒന്നും കൂടി അതിനകത്തേക്ക് വെട്ടി അരിഞ്ഞിട്ടു കേട്ടോ. നമുക്കൊന്ന് കഴുകിയെടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മാങ്ങ ഒന്ന് ചെത്തി അരിഞ്ഞ് വെക്കണം. മാങ്ങ ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. മാങ്ങ ഒന്ന് ചെത്തി വൃത്തിയാക്കി അരിഞ്ഞ് റെഡിയാക്കി വെക്കാനുള്ള തത്രപ്പാടിലാണ് ഞാൻ.